അമ്മ വിഷുവായിട്ട് എനിക്ക് അച്ഛൻ പടക്കവും വാങ്ങിച്ചു തന്നില്ല, കണിയും കാണിച്ചു തന്നില്ല. അച്ഛൻ എവിടെ പോയമ്മേ? അച്ഛൻ വരും മോളെ. അമ്മയുടെ മോൾ ഉറങ്ങിക്കോട്ടാ. മോളെ, അത് ചിലപ്പോൾ ദാസനായിരിക്കും. നീ കതക് തുറക്കണ്ട, ഞാൻ തുറന്നോളാം. ഇനി അവനെ കണ്ടിട്ട് നിന്റെ ഒരു വർഷം പാഴാകണ്ട. അത് സാരില്ല അമ്മേ. അമ്മയുടെ മോനെ കല്യാണം കഴിച്ച പിന്നെ ഈ ജന്മം പാഴായി പോയിന്നാ നാട്ടുകാർ പറയണേ. പിന്നെയല്ലേ ഈ ഒരു കൊല്ലം. അമ്മേ, വിഷുക്കണിയാ. ഞാൻ മനഃപൂർവ്വം മാറിയെന്നാ നിങ്ങളെ കണി കാണിക്കാനായിട്ട്. ഓ, ആ സുഗുണന്റെ വീട്ടിലെ പട്ടി അതിന്റെ ഒടുക്കത്തെ കൊരയാ. എന്റെ മനുഷ്യ, ചത്തിട്ടുണ്ടാവുള്ളൊരു കാലൊടിഞ്ഞു കാണുള്ളൂ. എടി പോലെ കൈനീട്ടം തരാടി. അമ്മയുടെ കൈനീട്ടം ഞാൻ തന്നെ. ഉമ്മ, ഇനി നമുക്ക് നാളെ രാവിലെ പടക്കം പൊട്ടിക്കാം കേട്ടാ. അവിടെ അമ്മേ, നമുക്ക് വലിയ കട്ടിൽ വാങ്ങിയ അച്ഛനും കൂടി കിടക്കാൻ. അയ്യോ, കുഞ്ഞുനതറിയില്ലേ? വലിയ കട്ടിൽ വാങ്ങിച്ചാൽ അച്ഛൻ നമ്മുടെ കൂടെ കിടക്കൂല. അച്ഛന് പേടിയാ താഴെ ഒരുണ്ട് വീഴുവോന്ന്. എങ്കിൽ ഞാൻ അച്ഛൻ്റെ കൂടെ കിടന്നോളാം. ആഹാ, അത് വേണ്ട. അച്ഛന്റെ കുഞ്ഞൂസേ കട്ടിലേ കിടന്നാ മതി. അല്ലെങ്കിലേ ഉവ്വാ വരും. കിടന്നോട്ടാ. അച്ഛൻ കട്ടിലേ കിടന്ന അമ്മക്ക് ഉവ്വാ വരുന്ന് കൊച്ചിനെ അറിയില്ല. 3 4 5 6. ഇവനിത് എന്തു ഭാവിച്ച തേച്ച് ഉമിക്കിരിയുടെ കളറായി. ഭഗവാനെ കൃഷ്ണ, ഇനി കരിങ്കടനാണല്ലോ കണി കണ്ടത്. അങ്ങനെ ഈ വിഷുവും പോയി. നീ പല്ലല്ല എനിക്കിട്ടാ തേക്കണെന്ന് എനിക്ക് അറിയാം ശരിക്കും. മോളി അടക്കം മുഴുവൻ കൂട്ടി വെക്കട്ടാ. എന്നിട്ട് നമുക്ക് അമ്മ കാണാതെ കൊടുത്തിട്ട് പാവേനെ മേടിക്കാം. ബാക്കി ആശിന് അപ്പുറത്തെ വീട്ടിലോ അവന് കോൾഗേറ്റ് മേടിച്ചു കൊടുക്കുക.
ഭഗവതി. അയ്യോ, എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. അതൊന്നല്ല അമ്മേ, ഇന്നലെ ആ ചക്കപ്പുഴുക്ക് കഴിച്ചതിന്റെയാ. നീ ഇവിടെ ഇങ്ങനെ അടക്കിയാൻ പൊളിച്ചോണ്ടിരുന്നോടാ. നിന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ. ഇത് ഈ വീട്ടിലെ അവസാനത്തെ ചക്കപ്പുഴുക്ക. ബാക്കിയുള്ളവര് കണ്ട അമ്പലങ്ങൾ മുഴുവൻ എന്നോടാ പറഞ്ഞത്. അച്ഛനോടാ. എടി ശോഭ ഇങ്ങ് വന്നേ. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ലേ? എന്താ മനുഷ്യ? ഇങ്ങനെ പോയാൽ മിക്കവാറും നമ്മൾ ഒരു കരിങ്കണ്ണനെ കൂടി കാണേണ്ടി വരും. നീ തഞ്ചത്തിന് എന്നിട്ട് അവിടെ എന്താ സംഭവിക്കണം നോക്കിട്ട് വാ. അവിടുത്തെ പെണ്ണ് ഛർദ്ദിക്കണത് ഞാൻ കണ്ട്. അയൽവക്കത്തെ പെണ്ണിന്റെ ഗർഭത്തിലും ഛർദിയിലും നല്ല ശുഷ്കാന്തിയാണല്ലോ. സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ ഒരു ശുഷ്കാന്തി ഇല്ല. സത്യത്തിൽ ശുഷ്കാന്തി ഉണ്ടോ? നിങ്ങളെ കൊണ്ട് ഇതേ പറ്റൂ. ഇതിന് മാത്രം തേക്കാൻ പല്ലത്ത് പാവം ചെയ്തോ ആവും. ശുഷ്കാന്തി ഇല്ല പോലും.